ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തമിഴ്നാട്ടിൽ കണ്ട പോലത്തെ ഒരു വണ്ടി, പുതിയ നമ്മൾ ചെയ്ത വണ്ടിയാണിത്. അപ്പോൾ പഴയൊരു വണ്ടിയാണ് നമ്മൾ പുതിയ വണ്ടിയാക്കാൻ പോകുന്നത്. ഇതാണ് ആ പഴയ വണ്ടി. ഈ പഴയ വണ്ടി നമ്മൾ അഴിച്ച് റബ്ബറിൻ്റെ പാർട്സൊക്കെ മാറ്റി ഇരുമ്പ് മാത്രം ഉള്ള പാർട്സ് മാത്രം എടുക്കുക. അതായത് ഫ്രെയിം, കേരിയർ, മഡ് ഗാർഡ് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി കത്തിക്കാൻ പോവാണ്. അപ്പോൾ കത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വിറകും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ മേലെ സൈഡിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മൾ കുറച്ചും കൂടി മുകളിലിടാൻ വേണ്ടിയിട്ട് വിറകെടുക്കാൻ പോവാണ്. സൈക്കിളിൻ്റെ പെയിൻറ്റ് കത്തിച്ച് കളയുക, അതാണ് നമ്മുടെ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ വിറകൊക്കെ ആ പറമ്പ് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ടിരുന്നതാണ് കേട്ടോ. സംഭവം കത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ്. അത് ഞങ്ങൾക്ക് ഉപകാരമായിപ്പോയി. ഞങ്ങൾ എടുത്തിട്ട് അതിന് മേലെ കൊണ്ടുപോയി വെച്ചു. നല്ലോണം കവർ ചെയ്ത് വെച്ചു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാധനം ഇരിക്കുന്നത്. കണ്ട ഫ്രെയിം കണ്ട. ഇപ്പോൾ വിറക് കൊണ്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചു. നമ്മുടെ സാധനം ഏകദേശം സെറ്റായിട്ടുണ്ട്, കത്തിക്കാറായിട്ടുണ്ട്. വാ നമുക്ക് കത്തിക്കാം. ആദ്യം അതിന് മുമ്പിൽ മണ്ണെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കണം. നല്ലതാണ്, അതാണ് ഒഴിക്കണത്. നല്ലോണം ഒഴിച്ചു കൊടുത്താൽ അത്രയും വേഗം കത്തിപ്പിടിച്ചു. കാരണം നമ്മൾ കുറച്ച് പച്ചിലൊക്കെ കിട്ടുമ്പോൾ നല്ലോണം ചിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കത്തിക്കാം. കത്തിച്ചോളോ. മണ്ണുള്ള ഭാഗത്ത് കത്തിച്ച് ചിലപ്പോൾ മുഖത്തേക്ക് ഒറ്റ ആളാണ്. അതുകൊണ്ട് നോക്കി കത്തിക്കുക. ഇത് സാധനം കത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ചേട്ടൻ പോയിട്ട് ഒരു സംഭവം ഒപ്പിച്ചു. കണ്ടത് നമ്മളെ പറമ്പൊന്നല്ല കേട്ടോ, സാധനം വല്ലവരും പറമ്പാണ്. അവർ കണ്ട എന്താ പറയാവോ. നമ്മുടെ തീ നല്ലോണം കത്തിപ്പിടിച്ചിട്ടുണ്ട്. ആളി കത്തിക്കൊണ്ടിരിക്കുക. നല്ല ചൂടാണല്ലോ. ഞാൻ അടുത്തൊന്നല്ല നിൽക്കണേ, കുറച്ചകലെ നിൽക്കണേ. റൂം ചെയ്തതൊക്കെ എടുത്തില്ല. നല്ല തീയ, പോരാത്തതിന് നല്ല ചൂടും. നമ്മളെ സാധനം വെന്ത് കഴിഞ്ഞ് സൈക്കിളിൻ്റെ പെയിൻ്റൊക്കെ ഏകദേശം നല്ലോണം കത്തി നിൽക്കുന്നുണ്ട്. മേൽഭാഗം മാക്സിമം തീർന്നു. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിടാം. രണ്ട് ഭാഗത്തും കത്തി ഉണ്ടാവും. എന്നാലും നമുക്കൊന്ന് മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂട് പിടിക്കുകയും ഒന്ന് കത്തുമോ നോക്കാം നമുക്ക്. ഒരു വലിയ വടി ചേട്ടൻ എടുത്ത് നീക്കിട്ടു. ചെറിയ വടി അടുത്ത് നല്ല ചൂടാണ്, സാധനം പഴുത്തിരിക്കുകയാണ്. ഇത്തിരി ചൂട് പറഞ്ഞു നമുക്ക് നോക്കാം. അടുത്ത് വലിയ കുഴപ്പമില്ല. സാധനമൊക്കെ 90% കത്തിയുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അതും ഒരു കനുള്ള നല്ലൊരു വടി വെച്ചിട്ടാണ് എടുക്കണം. നമുക്ക് തൊടാൻ പറ്റില്ല, കാരണം നമുക്കറിയാലോ. അതെടുത്ത് ഇപ്പുറത്ത് കുറച്ചും കൂടെ നീക്കിയിടാം. ഇനി 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോഴേക്കൊക്കെ ചൂടാവുള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ചെയ്തിട്ട് പോയിട്ട് ചോറ് കഴിച്ചിട്ട് വന്നു. അപ്പോഴേക്കും മറ്റൊരു സാധനം വന്നിട്ട് കടയിൽ പറത്തി. ഇത് ഫോർക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ട്. ഇത് ഫ്രെയിം നമ്മൾ ഉരക്കടലാസും പിന്നെ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ കത്തി നിൽക്കണ കട്ട പിടിച്ച് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ സാധനം സെറ്റായി. പിന്നെ തുരുമ്പ് കാണുന്ന ഭാഗത്തൊക്കെ ഉരക്കടലാസ് ഇട്ട് നല്ലോണം ഉരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മണ്ണെണ്ണ വെച്ചിട്ട് ക്ലീനായി തുടയ്ക്കുക. അതുമുള്ള ഓരോ തുരുമ്പും നമുക്ക് കളയാം. ചേട്ടാ അത് ചെയ്തുകൊണ്ട് മണ്ണെണ്ണ എടുക്കും. ഓരോ പാർട്സ്, മഡ് ഗാർഡ്, ഫ്രെയിം, കേരിയർ എല്ലാതും നമ്മൾ തുടച്ചു. എന്നിട്ട് പ്രൈമർ അടിക്കുക.
നമ്മൾ 3 കോട്ട് പെയിൻ്റ് അടിക്കും. ഫസ്റ്റ് പ്രൈമർ, പിന്നെ സാധാ പെയിൻറ്റ്, അത് കഴിഞ്ഞിട്ട് സ്പ്രേ പെയിൻറ്റ്. ഞങ്ങൾ മാറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നമ്മൾ ലൈറ്റ് കളറുള്ള ഏതെങ്കിലും പ്രൈമർ അടിക്കും. സെക്കൻഡ് കോട്ട് വൈറ്റ് കളർ അടിക്കും, അത് മാറ്റ്. തേർഡ് ഗ്ലോസി റോസ്, അതാണ് ഞങ്ങൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ മാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് സെറ്റാവും. ഗ്ലോസി പെയിൻറ്റിനെ പോലെ പെട്ടെന്ന് സെറ്റാവും. നമ്മൾ ടിന്നർ കൂടി നല്ലോണം ചേർത്ത് കൊടുത്താൽ അടിച്ച് 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ സാധനം ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്പ്രേ പെയിൻറ്റ് അടിക്കും. ഒരു സെക്കൻഡ്, ഇടയ്ക്ക് കയറുമെന്നൊരു സോറി. ആ സബ്സ്ക്രൈബ് ബട്ടൺ, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടെ? സ്പ്രേ പെയിൻറ്റ് പിങ്കോ റോസോ ഏത് കളറെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഫോണിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല. നല്ല ഫ്ലൂറസെൻറ്റിനായിട്ട് തരി കുറവ് മാതിരി തോന്നുള്ളൂ. അത്രയ്ക്കും രസമുണ്ട് കാണാൻ. ആ ഒരു ടിന്നുകൊണ്ട് കംപ്ലീറ്റ് ഞങ്ങൾ അടിച്ചിട്ടാ സുഖമായിട്ട് സാധനം വീശി അടിച്ചു. കംപ്ലീറ്റ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഞങ്ങൾ ഉള്ളിൽ മാറ്റ് വൈറ്റ് അടിച്ച കാരണം നല്ല ഊത്തിപ്പുള്ള കളർ കിട്ടി. മറിച്ച് വേറെ വല്ല കളറ് ഹാർഡ് കളറൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കളർ കിട്ടില്ല. വൈറ്റ് അടിച്ചുകൊണ്ട് മാത്രമാണ് കറക്റ്റ് ആ കളറിന് കിട്ടിയത്. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു, നല്ല വയലറ്റ് സിൽവർ സ്റ്റിക്കർ ഒട്ടിച്ചു ലേഡി ബേർഡിൻ്റെ. അതൊക്കെ നിങ്ങൾക്ക് സൈക്കിൾ പീടിയിൽ നിന്ന് കിട്ടും മേടിക്കാൻ. എന്നിട്ട് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. കെയറ്, മഡ് ഗാർഡ്, സാരി ഗാർഡ്, ചെയിൻ കവറ്, വീല്, റിവീല് ചെയ്യാൻ ക്രാങ്ക്, പെഡല്, ഹാൻഡില്, സീറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു. സാധനം ഉണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാനും പരമാവധി ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ പ്രജിത്ത് സൈനിങ് ഔട്ട്.